السلام عليكم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. പ്രിയമുള്ള സാദാത്തുക്കളെ, പെരുമാക്കളെ, പ്രിയപ്പെട്ട സഭ ഭംഗിയാക്കിയ മുസ്ലിം സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, മാ അർസൽനാക തങ്ങളെ റസൂലാക്കിയിട്ടില്ല, ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്കും ഇവൻ റഹ്മത്തായിട്ടില്ലാതെ. ലോകം എന്ന് പറഞ്ഞാൽ അതല്ലാത്തതും ഇവ ലോകം, അല്ലാഹു തആലല്ലാത്തതും ഇവൻ ആലമാണ്. അവരെല്ലാവരും ഹിദായത്താക്കാൻ റഹ്മത്തായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ നബിമാർക്ക് നുബുവത്ത് കൊടുത്ത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ വിശ്വസിക്കണം, അത് സമ്മതിക്കണം എന്ന കരാറ് പ്രകാരമാണ് നബിമാർക്ക് നുബുവത്തും കൊടുത്ത് എന്ന് പറഞ്ഞ മാതിരി എല്ലാ ഗുണങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ് അല്ലാഹു തആല ചെയ്തു കൊടുത്ത്. അതാണ് ഖാരിക്കെങ്കിലും കൂടിയിട്ട് അല്ലാഹു തആല ചിലവരെ വലുതാക്കിയാൽ നമുക്ക് ചെറുതാക്കാൻ കഴിയില്ല. റസൂലുള്ളാഹിൻ്റെ സ്വഭാവം നോക്കുമ്പോൾ അഹല്ല ഉമ്മത്തഹു ഫി ഹിർസി മില്ലത്തി കല്ലൈസി അല്ലമൽ അസ്ബാരി ഫി അജമി. നബി സല്ലല്ലാഹു തങ്ങൾ നമ്മൾ ഉമ്മത്തികളെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ അറിയാം? അഹല്ല ഉമ്മത്തഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തികളെ ഇറക്കി പാർപ്പിച്ചു. ഫി ഹിർസി മില്ലത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മില്ലത്തി എന്ന ഭദ്രസ്ഥലത്ത്, റസൂലുള്ളാഹിൻ്റെ മില്ലത്ത് ഭദ്രസ്ഥലമാണ്. അതിൽ ഭദ്രതയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ സുന്നത്ത് ചെയ്താൽ ഉള്ള ഫലങ്ങളും ഫർദ് ചെയ്താലുള്ള ഫലങ്ങളും ഹറാം ഒഴിവാക്കിയുള്ള ഫലങ്ങളും കറാത്ത് ഒഴിവാക്കിയുള്ള ഫലങ്ങളും ഇവൻ റസൂൽ കാട്ടിക്കൊടുത്ത. അപ്പോൾ അതാണ് എല്ലാ ഉമ്മത്തോ വീർജിമില്ലെത്തി. ഇതുപോലെ കെല്ലൈതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പൊരി ഇരിക്കണ മാതിരി എല്ലൈതി അല്ലമൽ അസ്ബാരി, ആ പുരിൻ്റെ സന്താനങ്ങളൊക്കെ അവിടെ ഇറക്കിയിരിക്കണേ. എന്നിട്ട് ബേക്കിൽ രണ്ട് സന്താനങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് പുരി ഇങ്ങനെ നോക്കി ഉത്തറിക്കുകയാണ്. ആ മാളത്തിൻ്റെ കവടത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കുക. നമ്മുടെ കുട്ടികളെ ആരെയും വരാക്കാക്കുമോ എന്ന കാര്യം നോക്കിയിട്ട് കുട്ടികളെ രക്ഷപ്പെടുത്തുക എന്ന മാതിരി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ജീവിക്കാനുള്ള കാര്യങ്ങൾ മുഴുവനും പഠിപ്പിക്കുന്നു. നമ്മൾ ഇന്ന ചെയ്യണം, എത്രത്തോളം വലത്തെ കൈകൊണ്ടാകണം ഭക്ഷണം കഴിക്കൽ, ഇടത്തെ കൈകൊണ്ടായിരിക്കണം മനരിക്കൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റസൂൽ പഠിപ്പിച്ച്. എന്താ പറഞ്ഞാൽ എന്തുണ്ടാവും, ആപത്തുണ്ടാകണമൊക്കെ പഠിപ്പിച്ച്. ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പോറ്റി വളർത്തി റസൂൽ പറഞ്ഞ മാതിരി നടക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഗുണമുണ്ടാകാം. അല്ല പറഞ്ഞതിനെതിരെന്നാലോ നമുക്ക് അതിൽ കാലക്കടയിക്കാറും. പക്ഷെ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് മൂസാ നബി പറഞ്ഞ കാലം, മൂസാ നബി അലൈഹിസ്സലാം പറയാണ്, ഇന്നാ ഹുദ്നാ ഇലൈക, നമ്മളത്തെ പഠിച്ചോനെ എന്നെ കൊണ്ട് മടങ്ങി, അതുകൊണ്ട് മുക്തുബിനാ പിയാദി ദുനിയാസ, നമുക്ക് ഈ ലോകത്തും പരലോകത്തും കൊണ്ട് നമുക്ക് തരണം എന്നാവശ്യപ്പെട്ട അല്ലാഹു തആല പറഞ്ഞ് ഫസാഖത്ത് ബുഹാരില്ലദീന യത്തബിഊന റസൂല നബിയ്യൽ ഉമ്മി, ആ ഉമ്മിയായ നബിയോട് പിൻപറ്റുന്ന ആളുകൾക്കാണ് അല്ലാഹു തആല ശേഷം കൊടുക്കാൻ കണക്കാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ ഉമ്മത്തികളും എന്തി കടന്നോളി, ആ നബിൻ്റെ മില്ലത്തിൽ കടന്നോളി, ഞങ്ങൾക്കുണ്ടാവും. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലൗ കാന മൂസാ ഹയ്യൻ ലമാ ഉസിയഹു ഇല്ല ഇത്തിബാഇ,
ഇന്ന് മൂസാ നബി അയാത്താകുകയാണെങ്കിൽ എന്നോട് പിൻപറ്റല്ലാതെ പറ്റൂലായിരുന്നു എന്ന് വരെ പറഞ്ഞ ആളാണ്. പിന്നെ ഈസാ നബി എന്ന് എന്താ പറഞ്ഞത്? ഈസാ നബി പറഞ്ഞു, ഞാൻ ഇനിയും റസൂലുള്ളാഹിയിലേക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ റബി റസൂലിൻ ഒരു റസൂലിനെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളുമായിട്ടാണ് ഞാൻ വന്നത്. ഏതാ റസൂല്? പേര് പറഞ്ഞ് മിംബാദി സുബു അഹമ്മദു, അദ്ദേഹത്തിൻ്റെ പേര് അഹമ്മദ് എന്ന പേരിൽ ഒരു റസൂലിനെ കൊണ്ട് വിശാലത അറിയിക്കാനുമാണ് ഞാൻ വന്നത്. അങ്ങനെ മുൻഗാമികളായ നബിമാർ എല്ലാവരും അറിയിച്ചതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിനെ കൊണ്ടാണ് ലോകത്ത് മുഴുവനും ഈ വെളിച്ചം കിട്ടിയത്, ഈമാൻ്റെ വെളിച്ചം കിട്ടിയത്. അല്ലാഹു സുബ്ഹാനഹു വതആല അള്ളാഹിനെ അറിയൽ കൊണ്ട് ജനങ്ങൾ നന്നാകാൻ അല്ലാഹു തആല ഇഷ്ടപ്പെട്ട്, അപ്പോൾ അല്ലാഹു തആല നൂറ് പഠിച്ച്, അള്ളാഹു നൂറ് പഠിച്ച് നൂറ് ഇട്ട് കൊടുത്ത് അത് നൂറ് ആദ്യം വാങ്ങിയ ആളാരാണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നൂറ് പിന്നെ ബാക്കിയുള്ള ലോകത്താകെ പരന്ന്. അതുകൊണ്ടാണിപ്പോൾ ഇസ്ലാമിൻ്റെ നല്ല വിശ്വാസങ്ങളും നല്ല കർമ്മങ്ങളൊക്കെ ആ നൂറ് പോലെ ഉണ്ടായതാണ്. എത്രേ കാലം മുന്നേ അല്ലാഹു സുബ്ഹാനഹു വതആലൻ്റെ ഹദറത്തിലായിട്ട് അള്ളാഹിനെ ഓർത്തും കൊണ്ട് റസൂൽ ഇരുന്ന് എന്നുള്ളതൊക്കെ മങ്കൂസ് മൗലൂദ് പോലത്തെ കിതാബുകളിലൊക്കെ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലൻ്റെ പൊരുത്തം വാങ്ങി നമ്മൾ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയുള്ള വിശ്വാസം കുറയാതിരിക്കുക. ആ കുറയാതിരിക്കുമ്പോഴേ നമ്മൾ മോമിനാവുള്ളൂ. റസൂലിനോടുള്ള മഹബത്ത് കുറഞ്ഞാൽ മോമിനാവില്ല എന്ന കാര്യം ഉറപ്പാണ്. ഒരിക്കൽ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നല്ല മഹബത്തുള്ള ആൾ തന്നെ. അദ്ദേഹം പറഞ്ഞ്, എൻ്റെ നഫ്സിനേക്കാൾ എൻ്റെ നഫ്സ് വഹിച്ച് ബാക്കി എല്ലാവരേക്കാളും എനിക്ക് മഹബത്ത് കൂടുതൽ ആരാണ്? നബി സല്ലല്ലാഹു തങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ്, പോരാ, കല്ല, അത് പോരാ. അപ്പോൾ എന്നാൽ എൻ്റെ നഫ്സിനേക്കാളും മഹബത്ത് തന്നെയാണ്. ഇപ്പോഴാണ് ശരിയായത്, ഇപ്പോൾ താമായി എന്ന് പറഞ്ഞ് അങ്ങനെ നബി സല്ലല്ലാഹു തങ്ങൾ അങ്ങനെ എന്ത് ചെയ്യാണ്? അങ്ങനെ ഓരോരോ ന്യൂനതകളും ഒഴിവാക്കിയാണ്ട് കാമിലാക്കുകയാണ്. ആരെ? ഈ അനുയായികളെ കാമിലാക്കി കൊണ്ടുവരാണ്. അപ്പോൾ അതാണ് ഹല്ല ഉമ്മത്തോ എന്ന് അറിഞ്ഞിട്ടുള്ളത്. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ പറഞ്ഞു, ഇനി ഇവിടെ പ്രസംഗിക്കാൻ കുറേ ആളുകളുണ്ട്, അതുകൊണ്ട് ഞാൻ സ്ഥലം പിന്നെ ഒഴിവാക്കി കൊടുക്കുകയാണ്. അസ്സലാമു അലൈക്കും.